الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും
പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു അവയൊക്കെയും സ്വീകരിച്ച് നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ കഥാപാത്രമാകുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പരിശുദ്ധ കഅബാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരാധനാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂലെ, നമുക്കെന്തുകൊണ്ട് മഖാമു ഇബ്രാഹീമിന് പിന്നിൽ നമസ്കരിച്ചുകൂടാ എന്ന ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചത് മാ ഉമിർന ബിദാലിക്, നമ്മൾ അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതിനുള്ള കൽപ്പന ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അധികം വൈകാതെ വിശുദ്ധ ഖുർആനിലെ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, മഖാമു ഇബ്രാഹീമിൽ നിങ്ങൾ നമസ്കാര സ്ഥലം കണ്ടെത്തുക എന്ന് നിർദ്ദേശിക്കുന്ന ആയത്ത് അവതരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഹജ്ജ് ഉംറകളുടെ ഭാഗമായും അല്ലാതെയും നിർവഹിക്കപ്പെടുന്ന കഅബയ്ക്ക് ചുറ്റുമുള്ള തവാഫുകളുടെ അവസാനത്തിൽ മഖാമു ഇബ്രാഹീമിന് പിന്നിൽ 2 റക്അത്ത് നമസ്കാരം ദീനിൽ നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ്. കഅബയിൽ തവാഫ് നിർവഹിക്കാനെത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തവാഫിന്റെ ആരംഭത്തിൽ സുന്നത്താക്കപ്പെട്ട ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്ന കർമ്മം നിർവഹിക്കാൻ കടന്നുവന്ന സന്ദർഭത്തിൽ ലൗലാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖബ്ബൽതുകി, ഹജറുൽ അസ്വദേ, എനിക്കറിയാം നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ശേഷിയില്ലാത്ത കഴിവില്ലാത്ത ഒരു കല്ലാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഈ 2 സംഭവങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഒന്നാമത്തെ സംഭവം ഇസ്ലാം ദീനിലെ അഖീദത്തുൽ ഹാക്കിമിയ്യയെ പ്രതിനിധീകരിക്കുന്ന സംഭവമാണ്. ദീനിൽ നിയമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ അധികാര കേന്ദ്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന പാഠമാണ്, എന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. മാ ഉമിർന ബിദാലിക്,
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കൽപ്പനയും നിർദ്ദേശവും വന്നു കിട്ടിയാലല്ലാതെ ദീനിൽ പ്രത്യേകിച്ചും ആരാധനകളുടെ കാര്യത്തിൽ ഒരു കാര്യവും നിയമമാവുകയില്ല. മനുഷ്യജീവിതത്തിൽ ആത്യന്തികമായി നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അത് അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവും രക്ഷിതാവും ഉടമസ്ഥനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന ഇസ്ലാമിക ആദർശത്തിന്റെ വിശദീകരണത്തെയാണ് ആ ചരിത്ര സംഭവം പ്രതിഫലിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, കലിമത്തു തൗഹീദിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ഭാഗത്തിന് ശേഷം ഒരാൾ മുസ്ലിമാകുവാൻ അനിവാര്യമായും അംഗീകരിച്ച് വിശ്വസിച്ച് മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ട് ഉറക്കെ ചൊല്ലേണ്ടുന്ന ഷഹാദത്തിലെ അല്ലെങ്കിൽ കലിമത്തു ഷഹാദയിലെ രണ്ടാമത്തെ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുവഴി ഇസ്ലാമിലെ അഖീദത്തു ഇത്തിബാഇർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ പിൻപറ്റുക എന്ന അടിസ്ഥാന വിശ്വാസം, ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ തൗഹീദിന് ശേഷം ഏറ്റവും പ്രധാനമായി കടന്നുവരുന്ന പ്രവാചകനെ പിൻപറ്റുക, എല്ലാ കാര്യങ്ങളിലും ചോദ്യങ്ങളില്ലാതെ ദീനിന്റെ കാര്യത്തിൽ റസൂലിനെ പിൻപറ്റുക എന്ന ഇസ്ലാമിക വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിച്ചു വന്ന ഒരു ശൈലി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇടപെട്ട രീതി അനുസരിച്ച് ദീനീ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹം പുലർത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം ഏത് കാര്യത്തിനും തനിക്ക് തോന്നുന്നുവെങ്കിൽ യുക്തി അന്വേഷിക്കുന്നയാളാണ്. തന്റെ യുക്തി അനുസരിച്ച് ദീനിൽ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ആ അഭിപ്രായങ്ങൾ വഹി കൊണ്ട് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ പ്രവാചകന്റെ അനുയായിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ പ്രകൃതം അതായിരുന്നിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞ് ആവശ്യപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്ത ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഒന്നിൽ തനിക്ക് യുക്തി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് വഴങ്ങുക, അതിന്റെ മുമ്പിൽ സമർപ്പിതനാവുക എന്ന സമീപനം സ്വീകരിച്ചതിന്റെ ഉദാഹരണമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ യുക്തി അനുസരിച്ച് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ലഭ്യമാകുന്ന ഈ ദീനിന്റെ തൗഹീദിന്റെ ന്യായങ്ങളനുസരിച്ച്, താല്പര്യങ്ങളനുസരിച്ച് ഞാൻ ഒരിക്കലും ഒരു കല്ലിനെ ചുംബിക്കാൻ മുതിരുമായിരുന്നില്ല. പക്ഷേ റസൂൽ മാതൃക കാണിച്ചതുകൊണ്ട് അത് ദീനിലെ നിയമമായിരിക്കുന്നു. ആ നിയമത്തിന്റെ മുന്നിൽ സമർപ്പിതനാവുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഹജ്ജ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിന്റെ ആഴവും പരപ്പുമാണ് എന്ന് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഒരു കാര്യം, ഹജ്ജിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണാർത്ഥമുള്ള ഒരനുഷ്ഠാനങ്ങളും അതിൽ കടന്നു വരുന്നില്ല എങ്കിൽ കൂടി ഹജ്ജുടനീളം നൽകുന്ന സന്ദേശം റസൂലിനെ പിൻപറ്റുക എന്നത് ദീനിലെ വളരെ അടിസ്ഥാനപരമായ അഖീദയാണ് എന്ന കാര്യമാണ്. ഈ രണ്ട് വിശ്വാസങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന കാര്യം എന്താണ്? അത് മനസ്സിലാക്കുവാൻ നമുക്ക് ഹജ്ജിന്റെ ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്. എന്തിനാണ് ഹജ്ജ്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ,
വഅലാ കുല്ലി ദാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന നിർദ്ദേശം വഴി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനുള്ള വിളംബരം നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ ആ ഹജ്ജിൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ലിയഷ്ഹദു മനാഫിഅ ലഹും, ഹജ്ജിനു വേണ്ടി ആളുകളോട് മക്കയിലേക്ക് കഅബാലയത്തിലേക്ക് വരാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്ന ഒരു കർമ്മം ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ ബാധ്യതയാക്കി വെച്ചിട്ടുള്ളത് ലിയഷ്ഹദു മനാഫിഅ ലഹും. അങ്ങനെ ഹജ്ജിനായി ആ കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി കടന്നു വരുന്ന വിശ്വാസികൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുള്ള ധാരാളക്കണക്കായ മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ, അത് അവക്കവർ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണത്. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ അല്ലാഹുവിന് സ്മരണയർപ്പിക്കാൻ വേണ്ടിയുമാണ് ഈ ഹജ്ജ് കർമ്മം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇത് ഹജ്ജിന്റെ ഒരു ലക്ഷ്യമായി ഇതിനെ മനസ്സിലാക്കുന്നതിന് പകരം ഇതിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീനുമായി ബന്ധപ്പെട്ട് പുതിയ കാല സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല തിട്ടമുണ്ടാകേണ്ടുന്ന, നല്ല ഉറപ്പുണ്ടാകേണ്ടുന്ന, നല്ല ധാരണയുണ്ടാകേണ്ടുന്ന ഒരാശയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു നിയമവും ഉദ്ദേശരഹിതമായിട്ടല്ല എന്ന ആശയമാണത്. ദീൻ നൽകിയപ്പോൾ ദീനിലെ വളരെ മൈന്യൂട്ടായ ഓരോ നിയമങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിച്ചാൽ സ്വാഭാവികമായും ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ, ലാഭങ്ങൾ, നന്മകൾ സാക്ഷാത്കരിക്കുക എന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദ്രവങ്ങൾ, അപകടങ്ങൾ തടയുക എന്നതായിരിക്കും. ഇത് രണ്ടായാലും ആർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്, ആർക്ക് അപകടങ്ങളും നഷ്ടങ്ങളും തടയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അല്ലാഹു നിയമം നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് എന്നാലോചിച്ചാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് നമുക്കുറപ്പുള്ള കാര്യം, നമ്മളെ കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിയമങ്ങൾ അനുസരിപ്പിച്ചതുകൊണ്ട് അല്ലാഹുവിന് നേടിയെടുക്കേണ്ടുന്ന എന്തെങ്കിലും നേട്ടങ്ങളില്ല, അല്ലാഹുവിന് തടയേണ്ടുന്ന എന്തെങ്കിലും ഉപദ്രവങ്ങളില്ല എന്നതാണ്. അല്ലാഹു മുനസ്സഹുൻ അൻ ദാലിക്, അല്ലാഹു അതിനെ തൊട്ട് പരിശുദ്ധനാണ്. മനുഷ്യന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക നിയമം അനുസരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന് എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാക്കാനില്ല, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനില്ല. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ നൽകുകയും ആ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കണമെന്നുദ്ദേശിച്ചിട്ടുള്ള നേട്ടങ്ങൾ ആർക്കുള്ളതാണ്? അതിന്റെ തീർപ്പിൽ ശരീഅത്തിന്റെ സമ്പൂർണമായ നിർദ്ധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം അല്ലെങ്കിൽ തീരുമാനം, ഇസ്ലാമിക ശരീഅത്തിലെ സകല നിയമങ്ങളും മനുഷ്യർക്ക് നിർണിതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ആ നേട്ടങ്ങൾ ആഖിറത്തിലെ ജീവിതത്തിൽ പരിമിതമല്ലെന്നും ദുനിയാവിലെ ജീവിതത്തിലും മനുഷ്യർക്ക് ആവശ്യമായ സകല നന്മകളും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു നൽകിയിട്ടുള്ള വ്യവസ്ഥയുടെയും നിയമസംഹിതയുടെയും ജീവിത പദ്ധതിയുടെയും പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് നൽകുന്ന കൃത്യമായ സൂചനയാണ് ഹജ്ജിനെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത് പറയുന്നത് ലിയഷ്ഹദു മനാഫിഅ ലഹും, അവർക്കുള്ള നന്മകൾ, നേട്ടങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എന്നതാണ്. ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഹജ്ജിലൂടെ മനുഷ്യർക്ക് ഭൗതികമായി ലഭ്യമാകേണ്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ആ പറയുന്നത് എന്നതാണ്. ഹജ്ജിലൂടെ അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട
പുണ്യഭൂമിയിലൂടെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ധാരാളം ഭൗതികമായ നേട്ടങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ്. فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُم مِّن جُوعٍ وَآمَنَهُم مِّن خَوْفٍ. ആ ഒരു ഗേഹം, അള്ളാഹുവിന്റെ ആ ഗേഹത്തിന്റെ പവിത്രത അതിനെ മുൻനിർത്തിയാണ് മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിണി മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത്, അവർക്ക് ജീവിതത്തിൽ നിർഭയത്വം സമ്മാനിച്ചത്. ആ ഭവനം കേന്ദ്രീകരിച്ചാണ്, പരിശുദ്ധ കഅബാലയം കേന്ദ്രീകരിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള പട്ടിണി മാറ്റാനുള്ള, പേടി മാറ്റാനുള്ള, ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അലട്ടുന്ന മുഖ്യമായ 2 പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബേജാറുകൾ ഇല്ലായ്മ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ആരാധനയായി മാത്രം, പരലോകത്ത് പുണ്യം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായി മാത്രം പരിമിതപ്പെടുന്നതിന് പകരം ഭൗതികമായി നേട്ടങ്ങൾ കൂടിയുള്ള ഒരനുഷ്ഠാനമായി, ഒരാരാധനയായി അല്ലാഹു ഹജ്ജിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഹജ്ജിന്റെ കാര്യത്തിലാണ് ഇത് ഇത്ര കൃത്യതയുള്ളത്. ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകളെ കുറിച്ച് പരാമർശിച്ചതൊക്കെയും ആ ആരാധനകൾ കൊണ്ട് അത് നിർവഹിക്കുന്നവർക്ക് ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലും ലഭിക്കേണ്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. നമ്മൾ യുക്തി കൊണ്ട് ദീനിന് മേൽ കുതിര കയറുന്ന കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തി കൊണ്ട് ചില ആളുകൾ പൊട്ടം കളിക്കുകയും മറ്റുള്ളവരെ പൊട്ടം കളിപ്പിക്കുകയും ചെയ്യാൻ മുതിരുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിയുടെ പേരിൽ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അവർ. ദീനിലെ നിയമങ്ങൾ അവർ ചോദ്യം ചെയ്യുന്നു. അതിന്റെ സ്വാധീനങ്ങൾ അവരിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല, നമ്മളിലേക്കും അരിച്ചു കയറുന്നതാണ് എന്ന് പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ നിർവാഹമില്ല. നമ്മളെയും നമ്മുടെ യുക്തി വിചാരങ്ങൾ, ഭൗതികമായ ലാഭനഷ്ട കണ്ണ്, ഇതൊക്കെയും നമ്മളെ ദീനിൽ നിന്ന് ചെറുതല്ലാത്ത വിധത്തിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കാൻ ഇസ്ലാമിനെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ, ഇസ്ലാമിൽ സ്ഥായിയായ നിയമങ്ങളെ, ഇതിനെയൊക്കെ അവലംബിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ യുക്തിയെയും നമ്മുടെ ഭൗതികമായ നേട്ടക്കോട്ടങ്ങളെയും മാത്രം അവലംബിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ത് എന്നത് നമ്മൾ നിർണയിക്കുന്നത് പലപ്പോഴും ദീനിനെ മറന്ന് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ പരിമിതമായ അറിവുകൊണ്ടും പരിമിതമായ യുക്തി കൊണ്ടും നമുക്ക് മനസ്സിലാകുന്ന നേട്ടകോട്ടങ്ങളെ, ലാഭനഷ്ടങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് എന്നത് പലപ്പോഴും സംഭവിക്കുന്ന ദുരന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദീനിലെ നിയമങ്ങൾ യുക്തിരഹിതമല്ല എന്ന് മനസ്സിലാക്കേണ്ടുന്ന കാലമാണിത്. അതുകൊണ്ട് യുക്തിയുടെ പേരിൽ ദീനിന്റെ ശആഇറുകളെ, ദീനിന്റെ ചിഹ്നങ്ങളെ, ദീനിൽ സ്ഥായിയായ നിയമങ്ങളെ, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഗണ്യതമായ സ്വഭാവത്തിലുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പിൽ അസ്വസ്ഥപ്പെടുകയും അലോസരപ്പെടുകയും സംശയം ജനിക്കുകയും ചെയ്യുന്നതിന് പകരം തസ്ലീമിന്റെ, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ, സമ്പൂർണ്ണ വിധേയത്വത്തിന്റെ, സമ്പൂർണമായ റസൂലിനുള്ള ഇത്തിബാഇന്റെ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് യുക്തിപരമായ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ അല്ലാഹുവിനെ നമുക്കറിഞ്ഞ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും യോഗ്യനായ ഒരാളെ ആയിരിക്കണം എന്നത് നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ സാമാന്യ ബോധം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ആ സാമാന്യ യുക്തി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ, അങ്ങനെയെങ്കിൽ പിഴക്കാത്ത യുക്തികളുള്ള, ഏറ്റവും ഭദ്രമായ യുക്തിയുള്ള, അറിവിൽ പരിമിതികളില്ലാത്ത, തനിക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു നിയമസ്രോതസ് ആരാണ്, അല്ലെങ്കിൽ ഒരു നിയമദാതാവ് ആരാണ് എന്ന് ആലോചിക്കുമ്പോൾ
മനുഷ്യരിൽ ആരെയും നമുക്കങ്ങനെ അവലംബിക്കാൻ പറ്റുകയില്ല. മനുഷ്യരിൽ നമ്മളെക്കാൾ കേമന്മാരെന്ന് നമ്മൾ കരുതുന്നവരെ പോലും അവരുടെ യുക്തിയെയും അവരുടെ അറിവിനെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം ഏത് മനുഷ്യനും അയാൾ എത്ര തന്നെ യോഗ്യനാണെങ്കിലും അയാളുടെ അറിവിനും അയാളുടെ യുക്തിക്കും വലിയ പരിമിതികളുണ്ട് എന്നത് നമ്മുടെ ദൈനംദിനേനയുള്ള ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ അറിവിന് ഒരു പരിമിതിയുമില്ലാത്ത, അറിയാത്തതായി ഒന്നും തനിക്കില്ലാത്ത, അതുകൊണ്ട് തന്നെ സമ്പൂർണമായ തന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പിഴക്കാത്ത യുക്തിയുള്ള ഒരാളുണ്ട്. വിശ്വസനീയമായി നമുക്കേത് കാര്യത്തിലും അവലംബിക്കാവുന്നത് ആ ശക്തിയെയാണ്, ആ നിയമ സ്രോതസ്സിനെയാണ്, ആ നിയമദാതാവിനെയാണ്. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇങ്ങനെ യുക്തി കൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നിയമദാതാവ് എന്ന നിലക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായി മാറുന്നത്. അതല്ലാതെ വിശ്വാസികളായവർ അന്ധമായി യുക്തി ഉപയോഗിക്കാതെ, ബുദ്ധി ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരന്ധമായ വിശ്വാസത്തിന്റെ പിന്നിൽ കഴിഞ്ഞുകൂടുന്നവരും അതല്ലാത്തവർ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവരും എന്ന പൊതുധാരണക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ലാത്തതാണ്. അത്തരം അവകാശവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അപകർഷബോധം ഉണ്ടാകാതിരിക്കേണ്ടതാണ്. അതുകൊണ്ട് യുക്തിയെ തന്നെയാണ് നമ്മൾ അവലംബിക്കുന്നത് എന്നല്ല, നമ്മൾ അവലംബിക്കുന്ന യുക്തി തെറ്റാൻ ഒരു സാധ്യതയുമില്ലാത്ത യുക്തിയെയാണ്. അത് സാക്ഷാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ യുക്തിയെയാണ്. ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹത്തിലും പരത്തിലും നന്മകൾ മാത്രം, നേട്ടങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയെ, നിയമനിർദ്ദേശങ്ങളെ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സമർപ്പണത്തിന്റെ, പ്രത്യക്ഷത്തിൽ അതൊരു സമർപ്പണത്തിന്റെ നിലപാടാണ് എങ്കിൽ ആന്തരികമായി അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ചിന്താശേഷിയെയും ബുദ്ധിയെയും ഉപയോഗപ്പെടുത്തി നമ്മുടെ അനശ്വരമായ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുന്ന വളരെ ലോജിക്കലായ, വളരെ ബുദ്ധിപരമായ ഒരു നിലപാടാണ് എന്ന ആത്മവിശ്വാസം പുലർത്താൻ ഈ കാലത്ത് നമുക്ക് കഴിയണം. ഉളുഹിയ്യത്ത് അടക്കമുള്ള ദീനിന്റെ പലതരത്തിലുള്ള നിയമങ്ങൾക്കെതിരെയും യുക്തിചിന്തകൾ കൊണ്ട് പ്രമാണങ്ങളെ റദ്ദ് ചെയ്യാൻ, ദീനിലെ നിയമങ്ങളെ റദ്ദ് ചെയ്യാൻ, ദീനിനെ അസാധുവാക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നമ്മുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ നേരിടേണ്ടത് ഉറച്ച നമ്മുടെ ചിന്താശേഷി കൊണ്ടും നമ്മുടെ യുക്തിബോധം കൊണ്ടും നമ്മുടെ കോമൺ സെൻസ് കൊണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കാനും അവലംബിക്കാനും തീരുമാനിച്ച അള്ളാഹുവിനുള്ള സമർപ്പണം കൊണ്ടുമാണ് അതിനെ നേരിടേണ്ടത് എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമ്പൂർണമായ സമർപ്പണത്തിന്റെ പാഠമാണ്, ആ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് മാതൃകയായി, പ്രായോഗിക ജീവിത മാതൃകയായി സമർപ്പിച്ച റസൂലിനുള്ള സമ്പൂർണമായ ഇത്തിബാഇന്റെ പാഠങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഒരു ഹജ്ജ് കാലം അല്ലെങ്കിൽ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് വിശ്വാസപരമായി നമ്മുടെ തൗഹീദിനെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായ റിസാലത്തിനെയും അതിന്റെ മർമ്മത്തിൽ ഊട്ടിയുറപ്പിക്കുവാനുള്ള ജാഗ്രതയും ശ്രമവും അതിനുള്ള വൈജ്ഞാനിക ശേഷി നേടാനുള്ള പരിശ്രമങ്ങളുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന കാലമാണ്. ഈമാനികമായി വിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമുക്ക് ജീവിക്കാനുള്ളത്. അതുകൊണ്ട് അറിവുകൊണ്ട്, വിജ്ഞാനം കൊണ്ട് ഈ അപകടങ്ങളെ, ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ, അഭിമുഖീകരിക്കാനുള്ള ശേഷി നേടുക എന്നത് പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകി, വിശ്വാസം നൽകി, അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണ സന്നദ്ധത നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.
عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم إنا نسألك الخير في أمورنا كلها. اللهم ربنا أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا ومن عذاب الآخرة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعلها الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل الجنة هي دارنا وقرارنا. اللهم لا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم أعز الإسلام والمسلمين. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصرهم على أعدائهم أجمعين. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا إله إلا الله.